ജോഷി മഞ്ചേശ്വരം ഇത്തവണ ലീഗ് തന്നെ പിടിക്കുമെന്നല്ലേ തോന്നുന്നത്? 2014-2021 സുരേന്ദ്രൻ ജയിക്കരുത് എന്ന് അവിടുത്തെ UDF അവിടുത്തെ LDF കരുതിയിട്ടുണ്ട്. അത് സുരേന്ദ്രൻ വലിയ മത്സരം അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. സുരേന്ദ്രൻ ജയിക്കാനാണെങ്കിൽ 2014 88 വോട്ടിന്റെ സമയത്ത് ജയിക്കേണ്ടതാണ്. സുരേന്ദ്രൻ അവിടുത്തെ നല്ല സ്ഥാനാർത്ഥി, നല്ല പോരാട്ടം കാഴ്ചവെക്കുന്നുള്ളൂ. പക്ഷേ അവിടെ നമ്മൾ പറയുന്നത് സോ കോൾഡ് ക്രോസ് വോട്ടിംഗ് എന്ന് പറയും. ക്രോസ് വോട്ടിംഗ് അത് കാലങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അത് ഇത്തവണയും നടക്കും. അതൊരു പാർട്ടി തീരുമാനമല്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. BJP ജയിക്കരുത് എന്നുള്ള അവിടുത്തെ ഒരു തീരുമാനമാണ്. ന്യൂനപക്ഷങ്ങളുടെ ഒരു അരക്ഷിതാവസ്ഥ കൂടി അതിന് കാരണമുണ്ട്. അവർക്ക് രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട്. BJP ജയിക്കാതിരിക്കാൻ UDF LDF ഒരുമിച്ച് വോട്ട് ചെയ്യുന്നതിന് പാർട്ടി തീരുമാനമല്ല, രാഷ്ട്രീയ കാരണങ്ങളല്ല. ന്യൂനപക്ഷങ്ങളുടെ രക്ഷിതാവസ്ഥ നമ്മളെന്തിനാ അങ്ങനെ ഡെക്കറേഷൻ? അത് ഒരു തീരുമാനം തന്നെയാണ്, രാഷ്ട്രീയ തീരുമാനം. എന്തുകൊണ്ടാണ് ഷാനവാസ് പാദൂർ അവിടെ മത്സരിക്കാതിരുന്നത്? ഷാനവാസ് പാദൂർ മത്സരിക്കുന്നെങ്കിൽ മുസ്ലിം വോട്ട് സ്പ്ലിറ്റ് ആകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. CPM എടുത്ത രാഷ്ട്രീയ തീരുമാനമാണ് ഷാനവാസ് അവിടെ മത്സരിക്കേണ്ടെന്നുള്ള. ഷാനവാസ് കാസർഗോഡ് മത്സരിക്കും, രാഷ്ട്രീയ തീരുമാനം. അത് നമ്മൾ അതിനെ നിഷ്കളങ്കമായി രാഷ്ട്രീയ തീരുമാനമാണ്. BJP അതൊക്കെ തുറന്നു പറഞ്ഞാൽ മതിയല്ലോ. BJP ജയിക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ തീരുമാനമാണ്. CPM UDF ഒരുമിച്ച്, അല്ലെങ്കിൽ UDF LDF ഒരുമിച്ച് എടുക്കുന്നു. അതൊരു പാർട്ടി തലത്തിൽ തീരുമാനം രാഷ്ട്രീയ തീരുമാനം പിന്നെ എവിടെ വരുന്നത്? രാഷ്ട്രീയ തീരുമാനം സമുദായ സംഘടനകൾക്ക് സമുദായ തീരുമാനമാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഷാനവാസ് പാദൂർ മത്സരിക്കേണ്ടെന്ന് ഏത് സമുദായമാണോ തീരുമാനിച്ചത്? അവിടെ ജയസാധ്യത നോക്കുമല്ലോ പാർട്ടികൾ. അല്ല, ഞാൻ ചോദിക്കുന്നത് അവിടെ CPM ഇപ്പൊ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്നത്. അവർക്ക് ചിലപ്പോ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണെങ്കിൽ അവിടെ സുരേന്ദ്രൻ ജയിക്കും.